നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇവൻ എന്തോന്ന് ജന്മമാണിത്? നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിഷേധിക്ക്, എല്ലാം ഇങ്ങനെ സമ്മതിച്ചു തരാതെ. തിരുവല്ലയിലെ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ പോലീസ് സംഘം ഇപ്പോൾ തലയിൽ കൈവച്ചിരിക്കുകയാണ്. അവിടെ നടന്ന തെളിവെടുപ്പ് തനിക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെ ആ ഹോട്ടലിലേക്ക് എത്തിക്കുന്നു. രാഹുൽ അവിടുത്തെ ജീവനക്കാരെ ചിരിച്ചു കാണിക്കുന്നു, കൈപൊക്കി കാണിക്കുന്നു. രജിസ്റ്റർ പരിശോധിച്ച പോലീസ് സംഘം ഞെട്ടിപ്പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. രാഹുൽ BR എന്നാണ് പേരെഴുതിയിരിക്കുന്നത്. ഇത് കണ്ട പോലീസ് സംഘം ഞെട്ടുകയാണ്. അതായത് രാഹുൽ BR എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒഫീഷ്യൽ നെയിമാണ്. ഇത് തന്നെയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു പേരിലും രാഹുൽ അവിടെ എഴുതി വെച്ചില്ല. സ്വന്തം പേര്, അതായത് ഫുൾ നെയിം അവിടെ എഴുതി വെച്ച രാഹുൽ വ്യക്തമാക്കുന്നത് അവിടെ ഞാൻ പോയിട്ടുണ്ട്, എനിക്കൊന്നും ഒളിക്കാനില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം പേര് എഴുതി വെക്കുന്നു എന്ന് തന്നെയാണ്. എന്നാൽ 408 നമ്പർ റൂമിലേക്ക് എത്തുമ്പോൾ വീണ്ടും പോലീസ് അടപടലം ഞെട്ടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, ഞാൻ ഇവിടെ എത്തിയിരുന്നു, ആ യുവതിയും ഈ മുറിയിലുണ്ടായിരുന്നു, ഞങ്ങൾ 1 മണിക്കൂർ നേരം ഈ മുറിയിലിരുന്ന് സംസാരിച്ചു എന്നതുൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചു കൊടുക്കുന്നു. അതായത് പോലീസിന് വലിയ പ്രഷർ ഒന്നും കൊടുക്കുന്നില്ല, എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇവിടെ പീഡനമൊന്നും അല്ല നടന്നിരിക്കുന്നത്, 1 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടിയാണ് പോലീസിന് കിളി പോകുന്നത്. ഇവൻ എന്തോന്നും മനുഷ്യനാണ് ഇതെന്നുള്ളത്. ഒരു ജനപ്രതിനിധി ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യത്തിന് വേണ്ടി, അതായത് ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണാൻ മറ്റുദ്ദേശത്തോടെയാണ് പോകുന്നതെങ്കിൽ അവിടെ സ്വന്തം പേരൊന്നും എഴുതി വെക്കില്ലല്ലോ, സ്വന്തം കൈപ്പടയിലും ഒന്നും അവിടെ എഴുതി വെക്കില്ല. അതായത് ആ ഹോട്ടലിൽ നിൽക്കുന്നവരോട് എടാ ഏതെങ്കിലും ഒരു പേര് എഴുതി വെച്ച് നീ തന്നെ അങ്ങ് ഒപ്പിട്ടോ എന്നല്ലേ പറയുകയുള്ളൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊന്നും ചെയ്യുന്നില്ല. രാഹുൽ സ്വന്തം പേര് അവിടെ എഴുതി വെക്കുന്നു. പോലീസിനോട് ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു, അവരിവിടെ വന്നിരുന്നു, 1 മണിക്കൂർ സംസാരിച്ചിരുന്നു, ഇതെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. അടപടലം പോലീസ് ഇപ്പോൾ നിന്ന് പൊള്ളുകയാണ്. ഇവനെ ഇനി ഏത് രീതിയിലാണ് ഞങ്ങളൊന്ന് പൂട്ടേണ്ടത് എന്നാണ് പോലീസ് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെ കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ കോടതിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ചീമുട്ട ഏറൊക്കെ നടന്നിരുന്നല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. പോലീസ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്, പക്ഷേ ഒരു കോർണറിലേക്ക് മാറുന്നു. പിന്നീട് കാണുന്നത് ജനങ്ങൾക്കിടെ, അതായത് ആ കോടതി വളപ്പിൽ കൂടി നിന്നവർക്കിടയിൽ നിന്ന് ആരൊക്കെയോ ചീമുട്ട എടുത്തെറിയുന്നു. പോലീസ് കൃത്യമായി അത് രാഹുലിനെ കൊള്ളുന്ന രീതിയിൽ നിർത്തിക്കൊടുക്കുന്നു. അതായത് ഇതോടുകൂടി ഇപ്പോൾ രാഹുലിനെ ആക്രമിക്കാൻ ഗുണ്ടകൾക്ക് ഇട്ടുകൊടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു വിമർശനം വരുന്നുണ്ട്. എന്നാൽ പോലീസ് പറയുന്നു, ഞങ്ങൾ പരമാവധി അയാളെ സംരക്ഷിക്കാൻ തന്നെയാണ് ശ്രമിച്ചത്, പക്ഷേ 1-2 മുട്ട എറിഞ്ഞത് അത് രാഹുലിൻ്റെ ദേഹത്തും മറ്റു പോലീസുകാരുടെ ദേഹത്തും ഒക്കെ വീണിട്ടുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവല്ല കോടതിയിൽ മാധ്യമങ്ങൾ വലിയ ആവേശത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ചീമുട്ട ഏറ് കിട്ടുമ്പോൾ. അതായത് മാധ്യമങ്ങൾ ഈ ഫുട്ബോൾ കളിയൊക്കെ നടത്തുമ്പോൾ കമൻ്ററി പറയത്തില്ലേ, അതുപോലെ ആയിരുന്നു. അതാ പോകുന്നു 1 ചീമുട്ട, 2 ചീമുട്ട, 3 ചീമുട്ട എന്നൊക്കെയുള്ള വലിയ ആവേശമായിരുന്നു ഈ മാധ്യമ പടയ്ക്കുണ്ടായിരുന്നത്. ഇവിടെ മുകേഷ് ഇതിനു മുൻപ് പെണ്ണുകേസിൽ പെട്ട് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് ഈ ഒരു ആവേശമൊന്നും മാധ്യമങ്ങൾക്കുണ്ടായിരുന്നില്ല. അന്ന് ഇവിടെ ചീമുട്ട എറിയാൻ ആര് പോകുന്നതും കണ്ടതല്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പറയുന്നത് പോലെ തന്നെ വെളുപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നതൊന്നുമല്ല. അയാളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അയാൾ ഒരു ജനപ്രതിനിധിയായിരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ അയാൾക്ക് പറയാനുള്ളത്, അതായത് നിയമത്തോട്, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോട് അയാൾക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. അയാൾ പറയുന്നുണ്ട്, അയാൾ ഈ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും തള്ളി പറയുന്നില്ല, അവരുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ സ്വന്തം പേര് ഫുൾ നെയിം അവിടെ എഴുതി വെക്കില്ലല്ലോ, അതൊക്കെ അയാൾ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് ഉഭയകക്ഷി സമ്മതത്തോടെ നടക്കുന്ന ലൈംഗിക ബന്ധം എങ്ങനെയാണ് കുറ്റകരമാകുന്നത് എന്നുള്ള ചില ചോദ്യങ്ങളും വാദങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പോലീസിനോട് പുറത്തെടുക്കുന്നുണ്ട്. ഇതുമാത്രമല്ല, കഴിഞ്ഞ ഏപ്രിലിലാണ് അവിടെ മുറിയെടുക്കുന്നത്, തിരുവല്ലയിലെ ഈ ഹോട്ടലിൽ മുറിയെടുക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ. ഇന്നിപ്പോൾ ഏകദേശം അത് നോക്കുകയാണെങ്കിൽ ഒരു 2 വർഷത്തോളം ആകുന്നു ഈ സംഭവം നടന്നിട്ട്. ഇതുവരെയും എന്തുകൊണ്ട് ഈ 3-ാം പരാതിക്കാരി പരാതിയുമായി എവിടെയും രംഗത്തേക്ക് വന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പറയുന്ന 3-ാം പരാതിക്കാരി കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണ്. അവരുടെ ഭർത്താവിനും കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ പരാതിപ്പെടേണ്ടത് കാനഡയിലെ പോലീസ് സംവിധാനങ്ങളെയും കോടതിയെയും ഒക്കെ അല്ലേ? അവിടെയും പോലീസും കോടതിയും ഒക്കെ ഉണ്ടല്ലോ. എന്തിനാണ് ഇങ്ങ് കേരളത്തിലിരിക്കുന്ന ഒരു MLA അവർ ഇതിനു വേണ്ടി പരിചയപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇതൊക്കെ അതിജീവിതയെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇതൊക്കെ ജനങ്ങൾ ചോദിക്കുന്ന അവരുടെ സംശയങ്ങളാണ് ഇതെല്ലാം. മറ്റൊരു കാര്യം, ഇക്കണ്ട കാലയളവിനിടയിൽ ഈ പറയുന്ന പരാതിക്കാരി, മൂന്നാം പരാതിക്കാരി അവരുടെ ഭർത്താവിനെതിരെ എവിടെയും ഒരു പരാതി കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു അറിവുമില്ല. അവരും ഭർത്താവും തമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്. അവരായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെടുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ. പിന്നീട് അതിക്രൂരമായ പീഡനം നടന്നു എന്ന് പറയുമ്പോൾ ഈ ഹോട്ടലിൽ ഉള്ള ആൾക്കാർ പോലും അതൊന്നും ഓർത്തിരിക്കുന്നില്ല. കാരണം അന്ന് വന്നു, അവർ പോയി എന്നുള്ളതാണ് അവരും പറയുന്നത്. മറ്റൊരു കാര്യം, അതിക്രൂരമായ പീഡനം ആ ഹോട്ടൽ മുറിയിൽ വെച്ച് നടന്നു എന്നാണ് ഈ പരാതിക്കാരി അവരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. മുഖത്ത് തുപ്പി, തന്നെ ശരീരമാസകലം മാന്തി പൊളിച്ചു, തന്നെ കട്ടിലിലേക്ക് തള്ളിയിട്ടു, അത്തരത്തിൽ തന്നെ ഒരുപാട് രീതിയിൽ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ആ ഹോട്ടലിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്ക് ആ ഹോട്ടലിൽ ആരോടെങ്കിലും പരാതിപ്പെടാമായിരുന്നല്ലോ. രാഹുൽ പോയതിന് ശേഷം തനിക്ക് നേരെ ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടായത് എന്ന് അവരെ ഹോട്ടലിൽ ആരോടും പറഞ്ഞതായിട്ടുള്ള അറിവില്ല. ആ ഹോട്ടലിലുള്ളവർ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നതുമില്ല. ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ വിമർശനങ്ങൾക്കും ഈ അതിജീവിതയെ തന്നെ വിമർശിക്കുന്ന തരത്തിലേക്ക് ജനങ്ങൾ വലിയ രീതിയിൽ അവരെ സൈബറിടത്തിൽ പല ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നതും ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിപ്പോൾ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനാദേവിക്കെതിരെ കേസുണ്ട്. അവർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. DGP ഈ പരാതികൾ, അതായത് അതിജീവിതമാരെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ സൈബറിടത്തിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ഉടനെ അറസ്റ്റ് ചെയ്തേക്കൂ എന്ന് ഉത്തരവും ഇട്ടിരിക്കുകയാണ്. രാഹുലിനെതിരെ സംസാരിക്കുന്നവരെ എല്ലാം അതിജീവിതയ്ക്കൊപ്പവും, എന്നാൽ രാഹുലിനെ പിന്തുണച്ച് സംസാരിക്കുന്നവർ എല്ലാം അതിജീവിതകളെ അപമാനിക്കുന്നു എന്ന തരത്തിലേക്കും ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ആ രീതിയിലാണ് CPMകാരും ഭരണകൂടവും പോലീസും ഇതിനെ വേർതിരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ആരാണ് ശരിക്കും ഈ അതിജീവിതമാരെ അധിക്ഷേപിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടി വരും. കാരണം അതിജീവിതമാരുടെ മൊഴിയെല്ലാം മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്നു. എങ്ങനെയാണ്? പോലീസിൻ്റെ അടുത്ത് പരാതി കൊടുക്കുന്നു, മൊഴി കൊടുക്കുന്നു, തൊട്ടടുത്ത മിനിറ്റിൽ മാധ്യമങ്ങൾക്ക് ഇവരുടെ മൊഴിയെല്ലാം ചോർന്നു കിട്ടുകയാണ്. ഏത് വഴിക്കൂടെയാണ് ഇങ്ങനെ ചോർന്നു കിട്ടുന്നത്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? അപ്പോൾ അത് പോലീസിന്റെ പിഴവാണ്. പോലീസിൽ നിന്ന് ആരൊക്കെയോ ഇത് ചോർത്തി മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു. മാധ്യമങ്ങളിലൂടെ വരുന്ന അതിജീവിതമാരുടെ മൊഴിയാണ് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇഴകീറി ഇതിനെ പരിശോധിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ 3 പേരും രാഹുലിനെ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് എന്തിനാണ് എന്ന് ജനം ചോദിക്കുന്നു. അപ്പോൾ ഈ അതിജീവിതമാരെ ജനങ്ങൾക്ക് മുൻപിൽ വേട്ടയാടാൻ ഇട്ടുകൊടുത്തത് ശരിക്കും ആരാണ്? ഇവിടുത്തെ പോലീസും ഭരണകൂടവും തന്നെയല്ലേ? അല്ലെങ്കിൽ എന്തിനാണ് ഈ രാഹുൽ വിഷയത്തിൽ ഒരു 3 ബലാത്സംഗം നടന്നു എന്നാണ് പറയുന്നത്. ഈ ബലാത്സംഗ കേസിലെ വിവരങ്ങൾ, പോലീസിന് കിട്ടുന്ന മൊഴിയും പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങളും ഒക്കെ അപ്പോൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇതെല്ലാം രാഹുലും ചോദ്യങ്ങളായി പോലീസിന് നേരെ ഉയർത്തുന്നു. ഇതോടെയാണ് പോലീസിന് അടിപതറിപ്പോകുന്നത്. എന്തായാലും ഇപ്പോൾ തിരുവല്ല ഹോട്ടലിൽ നടന്ന തെളിവെടുപ്പ് അത് രാഹുൽ തനിക്ക് അനുകൂലമാക്കി മാറ്റി. പാലക്കാടേക്കും വടകരയിലേക്കും ഒക്കെ രാഹുലിനെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം എന്നുള്ള ഒരു വലിയ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇത് CPMന്റെ തന്നെ ആവശ്യമാണ്. കാരണം രാഹുലിനെ പരമാവധി നാറ്റിക്കണം. രാഹുൽ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് ജയിക്കും എന്നൊക്കെയുള്ള ഒരു വെല്ലുവിളി നടത്തിയിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിലൊന്നും ഉണ്ടാകാതിരിക്കാൻ, രാഹുലിനെ മാക്സിമം നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ആരോപണം ശക്തമാകുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു കണക്കിന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലായിട്ടോ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ രാഹുലിനെ കൊണ്ടു നടന്നുള്ള ഈ തെളിവെടുപ്പ് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ ഭരണകൂടവും CPMും ഒന്നും തയ്യാറാകുന്നില്ല. അപകടം മണത്തിട്ടാകണം. എന്തായാലും രാഹുൽ ഒരു വല്ലാത്ത ജന്മം തന്നെ, അത് സമ്മതിക്കണം. ഇപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.